अमित शाह के बेटे को क्रिकेट बैट पकड़ना नहीं आता। അമിത്ഷായുടെ മകന് ക്രിക്കറ്റ് ബാറ്റ് പിടിക്കാൻ അറിയില്ല. रन लेना तो छोड़ दो, ഒരു റൺ എടുക്കുന്നത് പോലും പോട്ടെ, मगर है वो क्रिकेट का चीफ। പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിന്റെ തലവനാണ്. मोदी जी का चेहरा 24 घंटे टीवी पे आता है। മോദിജിയുടെ മുഖം 24 മണിക്കൂറും ടിവിയിൽ വരുന്നു. क्या सोचते हो ये फ्री में होता है काम क्या? നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ പണി സൗജന്യമായി നടക്കുമോ? जो पैसा देगा उसका चेहरा जाएगा टीवी पे। പണം നൽകുന്നവരുടെ മുഖം ടിവിയിൽ വരും. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. हमारे पास बहुत सारा मटेरियल है, वो प्रोसेस हम चलाते जाएंगे। ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. പ്രോസസ്സിംഗ് നടക്കുകയാണ്. हिंदुस्तान के जेन जी जो हैं और युवा हैं उनको हम क्लियरली दिखा देंगे। രാജ്യത്തെ ജൻസിക്ക്, അതായത് യുവതലമുറയ്ക്ക് മുന്നിൽ എല്ലാം കൃത്യമായി കാണിക്കും. ഹരിയാന ഫയൽസിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് ബോംബുകൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി അവിടെ നിർത്തുന്നില്ല. BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷായ്ക്കെതിരെ ബീഹാറിൽ ആഞ്ഞടിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒരു കഥ പറയും പോലെ സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ രാഹുൽ ഗാന്ധി BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുകയാണ്. പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഹരിയാന വോട്ടുകൊള്ളയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗങ്ങളെല്ലാം തുടങ്ങുന്നത്. എൻ്റെ ഹരിയാനയെക്കുറിച്ചുള്ള പ്രസന്റേഷൻ നിങ്ങൾ കണ്ടിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, രാഹുൽ ചോദിക്കുകയാണ്. കണ്ടു എന്നാണ് ജനക്കൂട്ടത്തിന്റെ മറുപടി. അതിനുശേഷം രാഹുൽ തുടർന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. BJPക്കാർ ഉത്തർപ്രദേശിൽ താമസിക്കുന്നു, ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യുന്നു, എന്നിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ തന്നെ ഹരിയാനയിലും വോട്ട് ചെയ്യുന്നു. ബ്രസീലിലെ ഒരു വനിതയുടെ ചിത്രം വെച്ച് 200 തവണ വോട്ട് ചെയ്യുന്നു. ഒരു വീട്ടിലെ അഡ്രസ്സിൽ 500 പേർ വോട്ട് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയും അമിത്ഷായും ഇലക്ഷൻ കമ്മീഷനും ഒരുമിച്ച് ചേർന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മോഷ്ടിച്ചു. ലോക്സഭയിൽ ഇവർ മോഷണം നടത്തി, മഹാരാഷ്ട്രയിൽ മോഷണം നടത്തി, മധ്യപ്രദേശിൽ മോഷണം നടത്തി, ഛത്തീസ്ഗഡിൽ മോഷണം നടത്തി, ബീഹാറിൽ മോഷണം നടത്താനാണ് ഇവരുടെ പദ്ധതി. ബീഹാറിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് മഹാസഖ്യം വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയിരിക്കുന്നു, പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ വോട്ടർ ലിസ്റ്റ് ലഭിക്കുന്നില്ല. പക്ഷേ ഇവർ ബീഹാറിലെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. ബീഹാറിലെ യുവജനങ്ങൾ, ബീഹാറിലെ ജനങ്ങൾ ഇവിടെ വോട്ട് മോഷണം നടക്കാൻ അനുവദിക്കില്ല. വർഷങ്ങളായി ഇവർ തിരഞ്ഞെടുപ്പ് മോഷ്ടിക്കുകയാണ്. മുമ്പ് ഞങ്ങളുടെ മുന്നിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല, അതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കണക്കുകളോടുകൂടിയ കറുപ്പിലും വെളുപ്പിലുമായി തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസന്റേഷൻ നടത്തുന്നത്. ഇവർ എന്തിനാണ് മോഷണം നടത്തുന്നത്? ഇവർ മോഷണം നടത്തുന്നത് അദാനിയെയും അംബാനിയെയും സഹായിക്കാനാണ്. കോടീശ്വരന്മാരെ സഹായിക്കാൻ നിങ്ങളുടെ ഭൂമി അദാനിയെയും അംബാനിയെയും പോലുള്ള ആളുകൾക്ക് നൽകാൻ നിങ്ങളുടെ ഹോസ്പിറ്റലുകൾ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ, നിങ്ങളുടെ കോളേജുകൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇവർ വോട്ട് മോഷണം നടത്തുന്നത്. ധാരാവിയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഭൂമിയുണ്ട്. നരേന്ദ്രമോദിജി അത് എടുത്ത് അംബാനിക്ക് നൽകി. മുംബൈ എയർപോർട്ട്, ലക്നൗ എയർപോർട്ട്, രാജ്യത്തെ വിവിധ എയർപോർട്ടുകൾ അദാനിക്ക് കൈമാറി കഴിഞ്ഞു. प्रधानमंत्री यहाँ आते हैं और आपसे कहते हैं, भाइयों और बहनों, हमने डेटा के दाम इतने कम कर दिए कि अब बिहार का कोई भी युवा रील बना सकता है, फोटो ले सकता है, इंस्टाग्राम देख सकता है, फेसबुक पे जा सकता है, अकाउंट खोल सकता है। भाइयों और बहनों, फेसबुक से, रील बनाने से, इंस्टाग्राम के पेज बदल के आपके जेब में पैसा आता है क्या? പ്രധാനമന്ത്രി ഇവിടെ വരുന്നു, എന്നിട്ട് നിങ്ങളോട് പറയുന്നു, സഹോദരീ സഹോദരന്മാരെ, ഞങ്ങൾ ഡേറ്റയുടെ വില ഇത്രയും കുറച്ചു. ഇനി ബീഹാറിലെ ഏതൊരു യുവാവിനും റീൽസ് എടുക്കാം, ഫോട്ടോ എടുക്കാം, ഇൻസ്റ്റഗ്രാം കാണാം, ഫേസ്ബുക്കിൽ പോകാം, അക്കൗണ്ട് തുറക്കാം. സഹോദരി സഹോദരന്മാരെ, ഫേസ്ബുക്കിൽ റീൽസ് ഉണ്ടാക്കിയതുകൊണ്ട്, ഇൻസ്റ്റഗ്രാമിലെ പേജുകൾ മാറ്റിയതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ പണം വരുമോ? നിങ്ങൾ ഇൻസ്റ്റഗ്രാം കാണുമ്പോൾ ജിയോയുടെയും അംബാനിയുടെയും പോക്കറ്റിലേക്കാണ് പണം പോകുന്നത്, എയർടെലിൻ്റെ പോക്കറ്റിലേക്കാണ് പണം പോകുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം അവരിലേക്ക് പോകുകയാണ്. ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും റീൽസും ഇത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗമാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, റീൽസ് ഇത് 21ാം നൂറ്റാണ്ടിലെ ലഹരിയാണ്. കാരണം ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നതാണ്. നിങ്ങൾ വോട്ട് മോഷണത്തെക്കുറിച്ച് ചോദിക്കരുത്, നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കരുത്, നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കരുത്,
ഏറ്റവും പ്രധാനമായി നിങ്ങൾ തൊഴിലിനെ കുറിച്ച് ചോദിക്കരുത്. അതാണ് ഇവരുടെ ലക്ഷ്യം. നിങ്ങളുടെ പോക്കറ്റിൽ പണം വരുന്നത് തൊഴിലിലൂടെ മാത്രമാണ്, മറ്റൊരു വഴിയില്ല. തൊഴിലില്ലാതെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം പോകില്ല. ബാങ്കുകളുടെ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ അടച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നെയ്ത്തുകാരെ കണ്ടു, തിരണ്ടിപ്പഴം വെള്ളത്തിൽ നിന്ന് എടുക്കുന്നവരെ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? ബാങ്ക് അവർക്ക് ഒരിക്കലും ലോൺ നൽകില്ല. ബീഹാറിലെ കർഷകന് ലോൺ ലഭിക്കില്ല. എന്നാൽ അംബാനിക്കും അദാനിക്കും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലോൺ കിട്ടും. അവരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം എഴുതി തള്ളാനും കഴിയും. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, BJP എപ്പോഴെങ്കിലും ബീഹാറിലെ കർഷകരുടെ കടം എഴുതി തള്ളിയിട്ടുണ്ടോ? ബീഹാറിലെ തൊഴിലാളിയുടെ കടം എഴുതി തള്ളിയിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ, ദുബായിൽ, സൗദിയിലൊക്കെ ബീഹാറിലെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവിടെയുള്ള നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. നിങ്ങൾ റോഡുകൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ പാലങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ ഹൈവേകൾ ഉണ്ടാക്കുന്നു. ഞാൻ ലഡാക്കിൽ പോയിരുന്നു. അവിടെ മഞ്ഞു വീഴുകയായിരുന്നു. ബീഹാറിലെ ആളുകൾ കീറിയ ഷർട്ടിട്ട് ജോലി ചെയ്യുന്നു. അവർ വിറയ്ക്കുകയാണ്. സത്യത്തിൽ നിതീഷ് കുമാറും മോദിയും അമിത്ഷായും ചേർന്ന് ബീഹാറിനെ ഹിന്ദുസ്ഥാന്റെ തൊഴിലാളിയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ബീഹാറിൽ, ഈ പ്രിയപ്പെട്ട ബീഹാറിൽ തൊഴിൽ ലഭിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഇൻഡസ്ട്രി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് തൊഴിലിനെ തുടച്ചു നീക്കിയിരിക്കുന്നു. എന്തിനാണ് തുടച്ചു നീക്കിയത്? നിങ്ങൾ ഈ ഫോൺ നോക്കുക, ഇതിന്റെ പിന്നിൽ മെയ്ഡ് ഇൻ ചൈന ഷർട്ട് നോക്കുക, മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് ഷൂസ് നോക്കുക, മെയ്ഡ് ഇൻ ചൈന. എല്ലാം ചൈനയിലോ വിയറ്റ്നാമിലോ ബംഗ്ലാദേശിലോ ഉണ്ടാക്കുന്നു. കാരണം അംബാനിയെയും അദാനിയെയും പോലുള്ള ആളുകൾ ചൈനയിലെ സാധനങ്ങളും ബംഗ്ലാദേശിലെ സാധനങ്ങളും വിയറ്റ്നാമിലെ സാധനങ്ങളും ഹിന്ദുസ്ഥാനിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തൊഴിലുണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിങ്ങൾ ദുർബലരായിരിക്കണം. അവർക്ക് നിങ്ങൾ തൊഴിലാളികളായിരിക്കണം. ചൈനീസ് സാധനങ്ങൾ ഹിന്ദുസ്ഥാനിൽ വിൽക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ വിൽക്കുമ്പോൾ ആർക്കാണ് പ്രയോജനം? മെയ്ഡ് ഇൻ ചൈനയുടെ പ്രയോജനം ആർക്കാണ്? ചൈനയിലെ യുവാക്കൾക്കാണ്, ചൈനയിലെ ഫാക്ടറി ഉടമകൾക്കാണ്, അംബാനി അദാനിമാർക്കാണ്, നരേന്ദ്രമോദിയെയും അമിത്ഷായും പോലുള്ള ആളുകൾക്കാണ്. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇവർ നമ്മുടെ സുഹൃത്തുക്കളല്ല. ഇവർ BJPയിലെ നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളാണ്. ഇവർ അംബാനി അദാനിജിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മോദിജിയുടെ മുഖം ഇവർ TV-യിൽ കാണിക്കുന്നു. മോദിജി അവരെ സഹായിക്കുന്നു. അദാനിജിക്ക് എയർപോർട്ട് നൽകുന്നു, പണം നൽകുന്നു. ആ പണത്തിൽ നിന്നാണ് ഇവരുടെ ശമ്പളത്തിന് പണം കിട്ടുന്നത്. ഇതൊരു ശൃംഖലയാണ് സുഹൃത്തുക്കളെ. നരേന്ദ്രമോദിജി നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുന്നു, അദാനിക്ക് നൽകുന്നു, അംബാനിക്ക് നൽകുന്നു. അംബാനി അദാനിജിക്ക് മാധ്യമങ്ങളിൽ നിയന്ത്രണവുമുണ്ട്. ഇവിടുത്തെ എയർപോർട്ട് അടച്ചു. എന്തിനാണ് അടച്ചത്? നെയ്ത്തുകാരെ നശിപ്പിക്കണമായിരുന്നു, കർഷകരെ നശിപ്പിക്കണമായിരുന്നു, അതുകൊണ്ട് അടച്ചു. നിങ്ങളുടെ ബാക്കി ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായി മുറിച്ചു. എയർപോർട്ട് അവരുടെ, പോർട്ട് അവരുടെ, സോളാർ പാനൽ വാങ്ങേണ്ടത് അവരുടെ. ആരാണ് നൽകിയത്? നരേന്ദ്രമോദി നൽകി. എന്തിനാണ് നൽകിയത്? കാരണം നരേന്ദ്രമോദിജിയുടെ പാർട്ടിക്ക് അദ്ദേഹമാണ് പണം നൽകുന്നത്. നിങ്ങൾ നോക്കൂ, BJPക്ക് എത്ര പണമുണ്ടെന്ന് നിങ്ങൾ നോക്കൂ. മോദിജിയുടെ മുഖം 24 മണിക്കൂറും TV-യിൽ വരുന്നു. നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ പണി സൗജന്യമായി നടക്കുമോ? സൗജന്യമാണെങ്കിൽ നിങ്ങളുടെ മുഖം, എൻ്റെ മുഖമൊക്കെ TV-യിൽ വരേണ്ടതല്ലേ? കർഷകരുടെ മുഖം വരേണ്ടതല്ലേ? ഇതിൽ സൗജന്യമായി നടക്കുന്നില്ല. ഇത് പണമടച്ച് നടക്കുന്ന കാര്യമാണ്. പണം നൽകുന്നവരുടെ മുഖം TV-യിൽ വരും. മോദിജി പണം നൽകുന്നു. പണം എവിടെ നിന്ന് വരുന്നു? അദാനിജിയിൽ നിന്നും അംബാനിജിയിൽ നിന്നും പണം വരുന്നു. അവരുടെ കയ്യിൽ എങ്ങനെ പണം വരുന്നു? അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വരുന്ന പണമാണ്. GST ഏർപ്പെടുത്തി കർഷകരെ നശിപ്പിച്ചു. നോട്ട് നിരോധിച്ച് ചെറിയ വ്യവസായങ്ങളെ ഇല്ലാതാക്കി. നമ്മൾ ആഗ്രഹിക്കുന്നത് ബീഹാറിലെ യുവാവ് അവരുടെ ഫോണിന്റെ പിന്നിൽ നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ബീഹാർ എന്ന് എഴുതിയിരിക്കണമെന്നാണ്. അവൻ ആ ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യണം. ജോലി ചെയ്യുക മാത്രമല്ല, ഫാക്ടറിയുടെ ഉടമയും ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവന് സ്വപ്നം കാണാൻ കഴിയണം. ഈ രാജ്യത്ത് ഇപ്പോൾ വെറും 50-60 ആളുകൾക്ക് മാത്രമേ സ്വപ്നം കാണാൻ കഴിയുന്നുള്ളൂ. അംബാനിയുടെ മകനാണെങ്കിൽ, അദാനിയുടെ മകനാണെങ്കിൽ, അമിത്ഷായുടെ മകനാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്വപ്നം കാണാം. इस देश में आजकल बस 50-60 लोग सपना देख सकते हैं. अंबानी के बेटे हो, अदानी के बेटे हो, अमित शाह के बेटे हो, जो सपने देखने देख लो. അമിത്ഷായുടെ മകന് ക്രിക്കറ്റ് ബാറ്റ് പിടിക്കാൻ അറിയില്ല. ഒരു റൺ എടുക്കുന്നത് പോലും പോട്ടെ,
പക്ഷേ അദ്ദേഹം ക്രിക്കറ്റിൻ്റെ തലവനാണ്. മുഴുവൻ ക്രിക്കറ്റിനെയും നിയന്ത്രിക്കുന്നു. എന്തിനാണ് നിയന്ത്രിക്കുന്നത്? പണത്തിന് വേണ്ടി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മെയ്ഡ് ഇൻ ബീഹാറാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അമിത്ഷായുടെ മകൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കരുത് എന്നാണ്. ക്രിക്കറ്റ് കളിക്കുന്നയാൾ ക്രിക്കറ്റിനെ നിയന്ത്രിക്കണം. ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കണം. ഞാൻ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ 24 മണിക്കൂറും എന്നെ ആക്ഷേപിക്കുന്നത്. ഞാൻ ഹരിയാനയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. മാധ്യമങ്ങളുടെ വായിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തു വന്നില്ല. ഞാൻ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും സംരക്ഷകനാണ്. BJP എവിടെയെല്ലാം വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി സ്നേഹം പ്രചരിപ്പിക്കുന്നത് കാണാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാസഖ്യത്തിൻ്റെ സർക്കാർ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആയിരിക്കില്ല. അത് പിന്നോക്കക്കാർക്ക്, ദളിതർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, പാവപ്പെട്ട ജനറൽ വിഭാഗങ്ങൾക്ക്, കർഷകർക്ക്, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. ബീഹാറിലെ യുവാക്കളുടെ ശബ്ദം ഞങ്ങൾ കേൾക്കും. അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടത് ചെയ്യും. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രതാപം തിരികെ കൊണ്ടുവരും. മഹാസഖ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കും. പക്ഷേ നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ നിൽക്കണം. ഇവർ വോട്ട് മോഷ്ടിക്കാൻ എല്ലാ ശ്രമവും നടത്തും. BJP ആളുകൾ 2 or 3 തവണ വോട്ട് ചെയ്യാൻ ശ്രമിക്കും. വ്യത്യസ്ത ഫോട്ടോഗ്രാഫുകൾ ഉണ്ടാക്കും. ഒരു വ്യക്തിയുടെ പേര് 2 or 3 or 4 തവണ വോട്ടർ പട്ടികയിൽ വരും. നിങ്ങൾ ജാഗ്രത പാലിക്കണം. ബീഹാറിലെ ജനങ്ങൾ വോട്ട് മോഷണം തടയണം. ഇതാണ് എൻ്റെ അഭ്യർത്ഥന. ബീഹാറിൻ്റെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന പ്രസംഗമാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ വിവിധ ഇടങ്ങളിൽ നടത്തുന്നത്. ഒപ്പം രാജ്യത്തിലെ പൊതു സാഹചര്യം, BJPയുടെ വോട്ട് മോഷണം എല്ലാം ജനങ്ങളിലേക്ക് വളരെ വ്യക്തതയോടെ അദ്ദേഹം എത്തിക്കുകയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാഹുലിൻ്റെ ഈ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.